നമ്മുടെ ആശുപത്രിയിലേക്ക് എമർജൻസി ആയിട്ട് എത്തുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ട്. നോർമൽ റൂട്ടീനിൽ നമ്മുടെ ഒപിഡിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യത്യസ്തമാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത്. പലപ്പോഴും അവർക്ക് നമുക്ക് ഒട്ടും സമയം കളയാൻ പറ്റാത്ത അത്രയും ധൃതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ആ സമയത്ത് പെട്ടെന്ന് പേഷ്യൻറ്റിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ബൈസ്റ്റാൻഡറെ അയക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇവരെ ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നവർ പോലും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആണെങ്കിൽ പോലും അവർക്ക് ഈ ആളിനെ വിട്ടിട്ട് ഒരു കൗണ്ടറിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നതിനൊക്കെ പ്രയാസമുള്ളൊരു സ്ഥലമാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. എമർജൻസിയിലേക്ക് വരുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പേഷ്യൻറ്റിന് അവിടെ വെച്ച് തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും ഫസ്റ്റ് എയ്ഡും ഒക്കെ കൊടുത്ത് ഒരു പാക്കപ്പ് ചെയ്ത് അടുത്തൊരു ഹയർ സെൻറ്ററിലേക്ക് അയക്കുകയും നമ്മൾ തന്നെ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രയാജ് അനുസരിച്ച് ഹൈ എമർജൻസി പേഷ്യൻ്റ് ആണോ, ലോ എമർജൻസി പേഷ്യൻ്റ് ആണോ, നോർമൽ പേഷ്യൻ്റ് എന്ന് ക്ലാസിഫൈ ചെയ്ത് അവിടെ കിടത്തി ഒബ്സർവേഷൻ നടത്തി ഒരു സർജറിയോ മറ്റോ വേണ്ടുന്ന സാഹചര്യത്തിൽ അതർ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്ത് ആ പേഷ്യൻറ്റിന് വേണ്ടുന്ന കെയർ പെട്ടെന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു ഫയൽ തപ്പിപ്പോയി എടുത്തു കൊണ്ടുവന്ന് അത് ഫില്ല് ചെയ്ത് പോകുന്നതിനുണ്ടാകുന്ന ഡിഫിക്കൽട്ടി ആൾവേസ് അവിടെ ഉണ്ട്. ഒരു ഫയലൊന്നുമില്ലാതെ നമുക്ക് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതിനാണ് നമ്മൾ ഗ്രേപ്സ് വർഷങ്ങളായിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുള്ള എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇ കെയർ എന്ന് പറഞ്ഞ പുതിയ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഹോസ്പിറ്റൽസിലും മെഡിക്കൽ കോളേജസിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് ഏറ്റവും നന്നായിട്ട് തന്നെ മെഡിക്കൽ കോളേജസിലാണെങ്കിൽ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് PG ചെയ്യുന്ന സ്റ്റുഡൻസിനുമൊക്കെ യൂസ് ചെയ്യത്തക്ക വിധത്തിലാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻസ് എല്ലാം ചെയ്തിട്ടുള്ളത്. സോ ഒരു പേഷ്യൻറ്റിൻ്റെ എമർജൻസി എൻകൗണ്ടർ ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അവർക്കൊരു ടെമ്പററി ഫയൽ ക്രിയേറ്റ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും അവരുടെ ഫയല് ഒറിജിനലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആൾറെഡി ഇവിടെ ഉള്ള ഫയൽ കണ്ടെത്തുകയോ ചെയ്യുമ്പോൾ അതുമായിട്ട് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് മെർജ് ചെയ്യാനും ഉള്ള സംവിധാനത്തോട് കൂടിയിട്ടുള്ളതാണ് ഇ കെയർ. ഇ കെയറിൽ ശരിക്കും ആ ഒരു സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി ഒരു കമ്പ്യൂട്ടറിന് അടുത്തേക്ക് പോകേണ്ട ആവശ്യം പോലുള്ള മൊബൈലിലോ ടാബിലോ യൂസ് ചെയ്യാം. സെയിം ടൈം ഇത് കമ്പ്യൂട്ടറിലുണ്ടാവും. നമ്മുടെ ട്രയാജുകളിലെല്ലാം തന്നെ കൃത്യമായിട്ട് ബെഡ് അലോക്കേഷൻസിൽ നമുക്ക് വിടാൻ പറ്റുന്നുണ്ടാവും. എമർജൻസി ട്രയാജ് റെഡിലേക്ക് ഒരു പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് അല്ലെ ഒബ്സർവേഷനിൽ കിടത്തി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം അനൗൺസ് ചെയ്യുന്നുണ്ടാവും. കേരള ഡിസ്പ്ലേ യൂണിറ്റുകളിലെല്ലാം തന്നെ ഇവരുടെ സ്റ്റാറ്റസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വയർഡ് അല്ല വയർലെസ് ആയിട്ട് തന്നെ ഇൻറ്റേർണലി നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിസ്പ്ലേ സിസ്റ്റംസ് എല്ലാം വർക്ക് ചെയ്യത്തക്ക വിധത്തിലാണ് സംവിധാനം ചെയ്തിട്ടുള്ള നമ്മുടെ എക്സിസ്റ്റിംഗ് ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽസിന് കെയർ എനേബിൾ ചെയ്ത് യൂസ് ചെയ്യാം. മെഡിക്കൽ കോളേജസിൽ പലരും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലും ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ ഈസിയാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് വൂണ്ട് സർട്ടിഫിക്കറ്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യപ്പെട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാനും കൊടുക്കാനും പോലീസ് ഇൻറ്റിമേഷൻസ് ചെയ്യുന്നതിനും എല്ലാമുള്ള സംവിധാനങ്ങളോട് ചേർന്നാണ് നമ്മുടെ കെയർ ഒട്ടും പേഷ്യൻറ്റിനെ സഫർ ചെയ്യിപ്പിക്കാതെ ഏറ്റവും അത്യാവശ്യം കെയർ കൊടുക്കേണ്ട സ്ഥലത്ത് ഏറ്റവും നന്നായി കെയർ കൊടുക്കാൻ ഗ്രേപ്സ് IDMRൻ്റെ കൂടെ ചേർത്ത് നമുക്ക് ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് തരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി സൊല്യൂഷനാണ് കെയർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിക്കാനായിട്ട്. കെയർ എ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഇൻ HIS പ്ലസ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഓൺ മൊബൈൽ ആൻഡ് ഓൾ ദ ഡിജിറ്റൽ ഡിസ്പ്ലേസ് ക്യാൻ വർക്ക് ടുഗദർ. അതിൽ തന്നെ ഒരു ടെമ്പററി ഫയലിംഗ് സിസ്റ്റം എന്നത് ഏറ്റവും മനോഹരമായി കണക്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർക്ക് പല കാര്യങ്ങളും അവരുടെ മൊബൈൽ വഴി ഫില്ല് ചെയ്യുന്നുള്ള സംവിധാനവുമുണ്ട്. സോ വളരെ മനോഹരമായി നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ എമർജൻസി ആയിട്ട് സ്പീഡായിട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ്. പ്ലീസ് ഡൗൺലോഡ് കെയർ ഫ്രം പ്ലേ സ്റ്റോർ ആൻഡ് ആപ്പ് സ്റ്റോർ.